ഹലോ എവരി വൺ, സിനി സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ കോൾ എന്ന 2020 റിലീസ് ചെയ്ത ഒരു കിടിലൻ കൊറിയൻ മൂവിയാണ്. രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ തമ്മിൽ ഒരു ഫോൺ കോൾ വഴി ബന്ധപ്പെടുന്നതും അതുവഴി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഈ സിനിമയുടെ കഥ. അടിപൊളി ക്ലൈമാക്സ് ട്വിസ്റ്റും പിന്നെ സൈക്കോളജി, ഹൊറർ അങ്ങനെ പല ഗണത്തിൽപ്പെട്ട പ്രേക്ഷകരെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന വളരെ മികച്ച ഒരു ചിത്രമായിരുന്നു ഇത്. ഇവളാണ് ഈ കഥയിലെ നായിക സുയോൺ. വളരെ നാളുകൾക്ക് ശേഷം കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന ഗ്രാമത്തിലെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അവൾ. വഴിയിൽ വെച്ച് അവരുടെ ഫാമിലി ഫ്രണ്ടും സ്ട്രോബെറി കൃഷിക്കാരനുമായ സുങ്ഹോയെ കണ്ടുമുട്ടുന്നു. അവൾ ട്രെയിനിൽ വെച്ച് ഫോൺ മറന്നുപോയി. വീട്ടിൽ വന്നപ്പോൾ അവിടെ കണ്ട ഒരു കോഡ്ലെസ് ഫോണിൽ നിന്നും അവൾ സ്വന്തം ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ തിരിച്ചു തരാൻ ക്യാഷ് വേണമെന്ന് പറഞ്ഞതിന് ശേഷം അവർ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഫോണിൽ ഒരു കോൾ വന്നു. അപ്പുറത്ത് ഒരു പെൺകുട്ടിയുടെ ഭയപ്പെട്ടുകൊണ്ടുള്ള സംസാരം കേൾക്കാമായിരുന്നു. അവൾ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അമ്മ എന്നെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. സിയോൺ പറഞ്ഞു: നിങ്ങൾക്ക് ആള് തെറ്റിയതാണ്. അപ്പുറത്തെ പെൺകുട്ടി ചോദിച്ചു: ഇത് സുൻഹിയുടെ നമ്പർ അല്ലേ? പിന്നെ അവർ ഫോൺ വച്ചു. സുയോൺ അവളുടെ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണ്, ഉടനെ ഒരു സർജറി വേണ്ടിവരും. സിയോണിന്റെ കുട്ടിക്കാലത്ത് വീട്ടിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടു. അന്ന് അവളുടെ അമ്മ ഗ്യാസ് ഓണാക്കി വെച്ച് പുറത്തു പോയത് കൊണ്ടാണ് തീപിടുത്തം ഉണ്ടായതും അങ്ങനെ അവളുടെ അച്ഛൻ മരിച്ചതും. ഇത് കാരണം അവൾക്ക് അമ്മയോട് ഇപ്പോഴും അതിന്റെ വിരോധമുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നു. ആ പെൺകുട്ടി പറയുന്നു: എൻ്റെ അമ്മ എന്നെ കൊല്ലാൻ നോക്കുകയാണ്. സുയോൺ കരുതിയത് ഇത് ആരോ അവളെ പ്രാങ്ക് ചെയ്യാൻ വിളിക്കുന്നതാണെന്നാണ്. അന്ന് രാത്രി വീടിന്റെ ഭിത്തിയിൽ ഒരു ശബ്ദം കേട്ട് അവൾ അത് പരിശോധിക്കാൻ വേണ്ടി ചെല്ലുന്നു. ഭിത്തിയിൽ തട്ടി നോക്കിയപ്പോൾ അതിന്റെ അപ്പുറം പൊള്ളയാണെന്ന് മനസ്സിലാവുന്നു. അവൾ ഒരു ആണിയെടുത്ത് ഭിത്തിയിലുള്ള തുളയിലൂടെ ഇട്ടപ്പോൾ അത് അപ്പുറത്തേക്ക് വീണു. പിന്നെ ഒരു ചുറ്റികെടുത്ത് ആ ഭിത്തി പൊളിച്ചു. അപ്പുറത്ത് അവൾ കണ്ടത് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന തരത്തിൽ കുറെ പടവുകളാണ്. സുയോൺ അതിലൂടെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു പഴയ മുറിയാണ് അവൾ അവിടെ കണ്ടത്. അവിടെയുള്ള ഒരു പെട്ടിയിൽ നിന്ന് പഴയൊരു ഡയറിയും കണ്ടെടുത്തു. അതിലെ തീയതി 1999 എന്നാണ് കാണുന്നത്. അതിൽ ഒരു പാട്ടുകാരന്റെ ചിത്രവും പിന്നെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും കണ്ടു. അമ്മ എന്നെ കത്തിക്കാൻ നോക്കി എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അവൾ ആ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരത്തെ കണ്ട സ്ട്രോബെറി കൃഷിക്കാരനായ സുങ്ഹോക്ക് കൊടുത്തു. അയാൾ പറഞ്ഞു ഇത് യോങ്സുക്ക് ആണ്. അവളുടെ അമ്മ ഒരു ഷാമാനായിരുന്നു, അതായത് ഒരു മന്ത്രവാദി. സുയോൺ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചെങ്കിലും സുൻഹോ മറുപടി പറയാൻ നിൽക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നീട് സുയോൺ സൺഹിയുടെ കട കണ്ടെത്തുന്നു. നേരത്തെ യോങ്സുക്ക് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പറഞ്ഞ അതേ പേര്. അന്ന് രാത്രി ഫോൺ വീണ്ടും റിങ് ചെയ്യുകയാണ്. അമ്മ എന്നെ കത്തിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യോങ്സുക്ക് അലറുകയാണ്. ഇതേ സമയം കാണിക്കുന്നത് യോങ്സുക്കിന്റെ അമ്മ അവരെ കത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതിൽ നിന്ന് വരുന്ന പുക സുയോ നേരത്തെ ഭിത്തിയിലുണ്ടാക്കിയ ആ വലിയ ദ്വാരത്തിലൂടെ വരുന്നുണ്ട്. പിന്നീട് യോങ്സുക്ക് വിളിക്കുമ്പോൾ സുയോൺ പറയുന്നു: 1999 നവംബർ 19 നിങ്ങളെടുത്ത ഒരു ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ യോങ്സുക്ക് പറയുന്നു: അതിന് ഇന്ന് നവംബർ 18 ആണല്ലോ. സുയോൺ പറഞ്ഞു: നമ്മൾ രണ്ടുപേരും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ വേറെ സമയങ്ങളിലാണെന്ന് മാത്രം. ഞാൻ 2019-ലും നിങ്ങൾ 99-ലും. അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി 99-ൽ നടന്ന ഒരു വിമാനാപകടത്തെപ്പറ്റി യോൺസുക്കിനെ അറിയിക്കുന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ടിവിയിൽ വിമാനാപകടത്തെ പറ്റിയുള്ള വാർത്ത കാണുന്നു. ഇതോടെ യോൺസുക്കിന് സുയോൺ പറഞ്ഞത് വിശ്വാസമായി. അന്നത്തെ കോളിന്റെ സമയത്ത് സുയോൺ സ്മാർട്ട് ഫോണിനെ പറ്റിയും കമ്പ്യൂട്ടറിനെ പറ്റിയുമൊക്കെ യോങ്സുക്കിനോട് പറയുന്നു. യോങ്സുക്കിന്റെ യഥാർത്ഥ അമ്മ കുറെ നാൾ മുമ്പ് മരിച്ചുപോയി. അവളിപ്പോൾ ജീവിക്കുന്നത് അവളുടെ സ്റ്റെപ്പ് മദറിന്റെ കൂടെയാണ്. അവർ വിശ്വസിക്കുന്നത് യോങ്സുക്ക് ഭാവിയിൽ വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് അവർ യോങ്സുക്കിനെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയാണ്. വേറെ ആരെയും കാണാനും സമ്മതിക്കുകയില്ല. സുയോൺ ചെറുപ്പത്തിലുണ്ടായ അപകടത്തിൽ തന്റെ അച്ഛൻ മരിച്ച കാര്യവും യോങ്സുക്കിനോട് പറയുന്നു. ഈ തീപിടുത്തത്തിൽ സുയോന്റെ കാലിൽ പൊള്ളലേറ്റിരുന്നു. ഈ സമയം അമ്മ വരുന്നെന്നും പറഞ്ഞ് യോങ്സുക്ക് ഫോൺ വെച്ചു. ഇനി പാസ്റ്റിൽ നടക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഒരു അച്ഛനും അമ്മയും ഒരു കൊച്ചു പെൺകുട്ടിയോടൊപ്പം യോങ്സ്കിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. യോങ്സ്കിന്റെ സ്റ്റെപ്പ് മദർ ഈ വീട് വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അവർ. അവർക്ക് വീടൊക്കെ വളരെ ഇഷ്ടമായി. വീട് പരിശോധിക്കുന്നതിനിടയിൽ രണ്ടാം നിലയിൽ യോങ്സ്കിയുടെ മുറിക്ക് മുമ്പിൽ അവരെത്തുന്നു. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് യോങ്സ്കിന്റെ സ്റ്റെപ്പ് മദർ അവരുടെ മുറി തുറന്നു കൊടുക്കുന്നു.
യോങ്സ്കിയെ കണ്ട് പക്ഷെ ആ കുട്ടിക്ക് പേടിയാവുകയാണ്. അവളുടെ അമ്മ കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ യോങ്സ്കി മുറിയിൽ നിന്ന് പുറത്തു വന്ന് ആ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേര് സുയോൺ എന്നാണോ? തന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് താൻ ഇത്രയും നാൾ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സുയോണും അവളുടെ പാരന്റ്സും ആണെന്ന് മനസ്സിലായ യോങ്സു 2019 സുയോണ് ഫോൺ ചെയ്ത് അവളുടെ അച്ഛൻ സംസാരിക്കുന്നത് കേൾപ്പിച്ചു കൊടുക്കുന്നു. യോങ്സുക്ക് ഒരു ഐഡിയ പറഞ്ഞു, എന്നാൽ പിന്നെ നിന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കട്ടെ. 99 സുയോന്റെ അച്ഛൻ വീട്ടിലുണ്ടായ ഒരു തീപിടുത്തത്തിലാണ് മരിച്ചത്. അന്നേ ദിവസം അവളുടെ അമ്മ അടുക്കളയിലെ ഗ്യാസ് ഓണാക്കി വെച്ച് പുറത്തേക്ക് പോയി. സുയോണും അച്ഛനും മാത്രമേ അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം യോങ്സുക്ക് അവരുടെ വീട്ടിലെത്തി. ഇവിടെ നിന്ന് സീൻ കട്ടാവുകയാണ്. പ്രസന്റിൽ സുയോൺ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഇപ്പോ വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നു. പക്ഷേ അത് അവളുടെ കളഞ്ഞുപോയ സ്മാർട്ട് ഫോൺ ആയിരുന്നു. ടൈം ലൈൻ ചേഞ്ച് ആവുകയാണ്. സുയോന്റെ കാലിലെ പൊള്ളലിന്റെ പാട് മാഞ്ഞുപോയി. വീടിന്റെ അന്തരീക്ഷവും അവളുടെ വസ്ത്രവും ഒക്കെ മാറി. അവൾ പുറത്തിറങ്ങിയപ്പോൾ അവളുടെ അമ്മ ചെടികൾ നനച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം അച്ഛനും അങ്ങോട്ട് വന്നു. യോങ്സുക് ഈ സുയോന്റെ അച്ഛനെ രക്ഷിച്ചിരിക്കുന്നു. ആ തീപിടുത്തം അവൾ എങ്ങനെയോ ഒഴിവാക്കിയിരിക്കുന്നു. സുയോന്റെ ജീവിതം ഇതോടെ മാറിമറിയുകയാണ്. അവൾ ഇപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ സുയോനും യോങ്സുക്കും തമ്മിൽ വളരെ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയാണ്. യോങ്സുക്ക് അവരുടെ കാലത്തിൽ എന്ത് ചെയ്യുന്നോ അതിന്റെ റിസൾട്ട് സുയോനും കിട്ടുന്നുണ്ട്. യോങ്സുക്ക് ഒരു ചോക്ലേറ്റ് പെട്ടി ആ വീട്ടിൽ വയ്ക്കുന്നു. സുയോൻ വർഷങ്ങൾക്ക് ശേഷം തന്റെ സമയത്ത് അത് കണ്ടെത്തുന്നു. സുയോൻ തന്റെ പാരന്റ്സുമായുള്ള ജീവിതത്തിൽ വളരെ സന്തോഷത്തിൽ കഴിയുകയാണ്. അവരുമായി പുറത്തുപോയ സമയത്ത് യോങ്സ്കിയുടെ കോൾ അവൾ എടുക്കുന്നില്ല. യോങ്സ്കിക്കാണെങ്കിൽ ഇതത്ര പിടിക്കുന്നില്ല. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവൾ ആ കോൾ എടുത്തു. പക്ഷേ ആ സമയത്ത് മറ്റേ സൈഡിൽ യോങ്സ്കിയുടെ സ്റ്റെപ്പ് മദർ അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങുകയാണ്. പിന്നെ സുയോങ്ങിനോട് പറയുന്നു, നിങ്ങൾ ആരായാലും ഇനി ഇങ്ങോട്ട് വിളിക്കരുത്, അത് നിങ്ങൾക്ക് അപകടമാണ്. ഈ സമയം സ്റ്റെപ്പ് മദർ യോങ്സ്കിനെ ഒരു മുറിയിൽ കെട്ടിയിട്ട് ആഭിചാര ക്രിയകൾ നടത്തി അവളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. സുയോൺ താൻ താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് വെച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ പഴയ ഒരു ന്യൂസ് കണ്ടു. ഒരു ശാമാൻ തന്റെ ദത്തുപുത്രിയെ ആഭിചാരം നടത്തി കൊന്നു. അതിൽ യോങ്സ്കിയുടെ സ്റ്റെപ്പ് മദറുടെ ഫോട്ടോ കണ്ടു. ഇന്ന് രാത്രി യോങ്സ്കി അവർ കൊല്ലുമെന്ന കാര്യം സുയോൺ യോങ്സ്കിയോട് പറഞ്ഞു. സ്റ്റെപ്പ് മദർ കത്തിയുമെടുത്ത് യോങ്സ്കിയുടെ മുറിയിൽ കയറി. ആ ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന യോങ്സ്കിനെ അവർ ആഞ്ഞു കുത്തി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ ബെഡിൽ യോങ്സ്കി ഇല്ലെന്ന്. അവൾ പുതപ്പ് മൂടി വച്ചതിന് ശേഷം അതിനകത്ത് ഒരു ബൊമ്മയെ വച്ചിട്ട് അടുത്ത് മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അവൾ പുറത്തേക്ക് വന്ന് സ്റ്റെപ്പ് മദറിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയേ? അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ ഭാവിയിൽ നീ കുറെ പേരെ കൊല്ലും എന്ന് ഞാൻ കാണുന്നുണ്ട്. ഈ സമയം യോങ്സ്കി ഒരു സൈക്കോയെ പോലെ ഭ്രാന്തമായി നിന്ന് ചിരിക്കുകയാണ്. പിന്നെ അവൾ ഒരു കത്തിയെടുത്ത് സ്റ്റെപ്പ് മദറിനെ കുത്തി കൊന്നു. സുയോൺ ഈ സമയം വളരെ ടെൻസ്ഡായി നിൽക്കുവാണ്. യോങ്സ്കിന് എന്തിനു സംഭവിച്ചോ എന്നോർത്ത്. അപ്പോൾ ആ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പുറത്ത് യോങ്സ്കി പറഞ്ഞു, ഞാനും സ്റ്റെപ്പ് മദറും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർത്തു. നീ ഇപ്പോൾ ഓക്കെ ആണോ എന്ന് സുയോൺ ചോദിക്കുമ്പോൾ യോങ്സ്കി പറയുന്നു, എനിക്കിപ്പോൾ ഒരു പുനർജന്മം കിട്ടിയ പോലെയാണ് തോന്നുന്നത്. യോങ്സ്കി അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം വീടിന് പുറത്തിറങ്ങുകയാണ്. അവൾ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു പെട്ടി സ്ട്രോബെറിയുമായിട്ട് സുയോന്റെ വീട്ടിലേക്ക് വരികയാണ്. സുയോന്റെ ഫാമിലിയുമായി സുങ്ഹോക്ക് നല്ല അടുപ്പമാണ്. ഈ സമയം പാസ്റ്റിൽ യോങ്സുക്കിന് ഒരു പെട്ടി സ്ട്രോബെറിയുമായി സുങ്ഹോ വരുന്നുണ്ട്. അവൾ പുതിയ ഹെയർ സ്റ്റൈലൊക്കെയായി ആകെ മാറിയിരിക്കുന്നു. ഇത് കണ്ട് സുങ്ഹോ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്. ഇവളെ ഇങ്ങനെ പുറത്തേക്കൊന്നും മുമ്പ് കണ്ടിട്ടില്ല. അവർ അകത്തേക്ക് കയറിയപ്പോൾ സുങ്ഹോ അമ്മ എവിടെയാണെന്ന് അവളോട് ചോദിച്ചു. പക്ഷെ അതിന് മറുപടി ഒന്നും പറയാതെ അവൾ വേറെ ഡ്രസ്സ് ഇടാൻ അകത്തേക്ക് പോയി. ഈ സമയം സുങ്ഹോ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ കുറെ കവറുകൾക്കകത്ത് എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടു. അയാൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ മനുഷ്യന്റെ വിരലും പിന്നെ കുറെ ചോരയൊക്കെ ഇങ്ങനെ ഒഴുകണ്. അയാൾ ഞെട്ടി പിന്നോട്ട് മാറി. ആ സമയം പുതിയ ഡ്രസ്സ് ഇട്ട് യോങ്സുക്ക് അങ്ങോട്ട് വന്നു. നീ എന്തിനാണ് അത് തുറന്നത് എന്ന് പറഞ്ഞ് അവൾ അയാളെ കൊല്ലാൻ വേണ്ടി ഫയർ എക്സ്റ്റിങ്ഗ്വിഷർ എടുക്കാൻ പോകുന്നു. സുങ്ഹോ അടുത്തൊരു കോൾലെസ് ഫോൺ ഇരിക്കുന്നത് കണ്ടു. ഈ സമയം സുയോണിന് ഒരു കോൾ വരുന്നു. അതിൽ പാസ്റ്റിലെ സുങ്ഹോയുടെ പേടിച്ചുകൊണ്ടുള്ള സംസാരം കേൾക്കാം. അവൾ എന്നെ കൊല്ലാൻ പോവുകയാണെന്ന് സുങ്ഹോ അതിലൂടെ പറയുന്നത് കേൾക്കാം. പിന്നെ എല്ലോടിയുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. അതിനുശേഷം ഫോൺ കട്ടായി. അവൾ താഴെ ചെന്ന് നോക്കുമ്പോൾ സുങ്ഹോ അവിടെ ഇല്ല. അവൾ സുങ്ഹോ എവിടെയെന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോൾ അവർ തിരിച്ചു ചോദിക്കുവാണ്, ഏത് സുങ്ഹോ? സുയോൺ പറഞ്ഞു, സ്ട്രോബെറി കൃഷിക്കാരൻ സുങ്ഹോ. പക്ഷെ അവർ അങ്ങനെ ഒന്നും കേട്ടിട്ടേ ഇല്ല. അവൾ അവിടെ നിന്നിറങ്ങി സ്ട്രോബെറി ഫാമിൽ എത്തിയപ്പോൾ അവിടെ ആകെ നശിച്ചു കിടക്കുന്നു. കുറെ നാളായി അവിടെ ആരും താമസവും ഇല്ല, കൃഷിയും ഇല്ല. അവൾ പിന്നീട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അപ്പുറത്ത് സ്ട്രോബെറി കൃഷി നടത്തിയിരുന്ന സുങ്ഹോയെ അറിയുമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവർ അങ്ങനെ ഒരു സ്ട്രോബെറി ഫാമിനെ പറ്റി കേട്ടിട്ടേ ഇല്ല. അവിടെ ഇരുന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അവളോട് ചോദിച്ചു, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളെ എന്തിനാണ് ഇപ്പൊ അന്വേഷിക്കുന്നത്? അയാൾ അലമാരയിൽ നിന്നും തന്റെ പഴയ ഡയറി എടുത്ത് അവളെ കാണിച്ചു. ഇതിലാണ് അയാൾ അന്വേഷിക്കുന്ന കേസുകളുടെ എവിഡൻസ് ഒക്കെ കുറിച്ചിടുന്നത്. യോങ്സുക്ക് എന്നൊരു സ്ത്രീയാണ് സുങ്ഹോയെ കൊന്നത് എന്ന ഡയറിയിലുണ്ട്. ഇനി പാസ്റ്റിൽ ഈ പോലീസുകാരൻ യോങ്സുക്കിന്റെ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത്. അവർ സുങ്ഹോയുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുകയാണ്. സുങ്ഹോയെ അറിയുമോ എന്ന് ചോദിച്ചതിന് അവൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അകത്ത് സ്ട്രോബെറിയുടെ പെട്ടി ഇരിക്കുന്നത് കണ്ട് അവർ അകത്തേക്ക് കയറി. അപ്പോൾ അവള് പറഞ്ഞു,
ഇത് അമ്മ ഇന്നലെ മേടിച്ചു വെച്ചതായിരിക്കും. അമ്മയെ വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മ 2 ദിവസം മുമ്പ് പുറത്തു പോയി എന്ന്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് അമ്മ ഇന്നലെയാണ് സ്ട്രോബെറി വാങ്ങിച്ചു വെച്ചതെന്നല്ലേ? അപ്പോൾ അവൾ പറയുന്നു സോറി സാർ, എനിക്ക് തെറ്റിയതാണ്, ഇന്നലെയല്ല മിനിയാന്നാണ് അമ്മ പോയത്. അപ്പോൾ ഇതൊക്കെ കണ്ട് അയാൾക്ക് യോങ്സുക്കിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നും. സുയോൺ സുൻഹിയുടെ കടയിൽ ചെല്ലുന്നു. നിങ്ങൾക്ക് യോങ്സുക്കിനെ പറ്റി അറിയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു എനിക്ക് അവളുമായിട്ട് നല്ല അടുപ്പമായിരുന്നു, ഞാൻ അവൾക്ക് അവളുടെ അമ്മ കാണാതെ ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ തന്റെ കാലിലെ പൊള്ളിപ്പാട് കാണിച്ചിട്ട് പറഞ്ഞു അവളുടെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഇതിനുശേഷം കോൾ വരുമ്പോൾ സുയോൺ ചോദിക്കുന്നു നീ നിന്റെ അമ്മയെയും സുങ്ഹോയെയും കൊന്നോ? പിന്നെ സ്ക്രീനിലേക്ക് നോക്കി ഒരു ന്യൂസ് വായിച്ചു കൊടുത്തു. സീരിയൽ കില്ലർ യോങ്സുക്കിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. ഇത് കേട്ട് യോങ്സുക്ക് ഒന്ന് ഞെട്ടി. ജീവപര്യന്തമോ? ഞാൻ ഇപ്പോഴാണൊന്ന് ജീവിച്ചു തുടങ്ങിയത്. ഇതോടെ സുയോണ് കാര്യം മനസ്സിലായി. യോങ്സുക്ക് 2 പേരെയും കൊന്നിട്ടുണ്ടെന്ന്. പിന്നെ യോങ്സുക്ക് അവളോട് പറയുവാണ് പോലീസ് എന്ത് എവിഡൻസ് ആണ് കണ്ടുപിടിച്ചതെന്ന് കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണമെന്ന്. നീ മറന്നിട്ടില്ലല്ലോ ഞാനാണ് നിന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചത്. പക്ഷെ സുയോൺ ഫോൺ കട്ട് ചെയ്ത് കളയുന്നു. ഇത് കണ്ട് യോങ്സുക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് വിളിച്ചപ്പോഴെല്ലാം സുയോൺ ഫോൺ എടുക്കാതായി. പാസ്റ്റില് യോങ്സുക്കിന്റെ വീട്ടിൽ ബെല്ലടിക്കുന്നു. തുറന്നു നോക്കിയപ്പോൾ സുയോന്റെ അച്ഛനാണ്, കൂടെ കുട്ടിയായ സുയോനുമുണ്ട്. അയാൾ ചോദിച്ചു അമ്മ ഇവിടെ ഇല്ലേ? ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ കുറെ നേരം വെയിറ്റ് ചെയ്തു. യോങ്സുക്ക് പറഞ്ഞു അമ്മ അകത്തുണ്ട്, ഇങ്ങോട്ടിരുന്നോളൂ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് വിളിച്ചു. സുയോനെ തന്റെ വഴുതിക്ക് കൊണ്ടുവരാൻ ഇത് തന്നെ നല്ല അവസരമെന്ന് യോങ്സുക്ക് ഉറപ്പിച്ചു. ഇതേ സമയം പ്രസന്റിലെ സുയോൻ തന്റെ അച്ഛന്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവിടമെല്ലാം മാറാൻ തുടങ്ങുന്നു. അച്ഛൻ അപ്രത്യക്ഷനായി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പാസ്റ്റിലെ യോങ്സുക്ക് സുയോന്റെ അച്ഛനെ വീട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു. അവൾ കുട്ടിയായ സുയോനോട് ചോദിക്കുകയാണ് നീ എന്താ ഫോൺ എടുക്കാത്ത? സുയോൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട് കുറെ നാളായിട്ട് താമസമൊന്നും ഇല്ലാത്ത പോലെ കിടക്കുകയാണ്. തറയിൽ ഒരു മെസ്സേജും ഉണ്ട്. ഫോൺ എടുക്ക് സുയോൻ. ആ സമയം ഫോൺ ബെല്ലടിച്ചു. അവൾ അത് എടുത്തു. യോങ്സുക്ക് പറഞ്ഞു നീ ഇപ്പൊ വേഗം ഫോൺ എടുക്കാൻ പഠിച്ചല്ലോ, നിന്റെ അച്ഛനെ ഞാനങ്ങ് തീർത്ത് കേട്ടോ, നീ ഇപ്പൊ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പോലീസുകാർ എന്ത് തെളിവാണ് കണ്ടുപിടിച്ചതെന്ന് 1 മണിക്കൂറിനുള്ളിൽ എനിക്കറിയണം, അല്ലെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ തീർക്കും. സുയോണ് സങ്കടവും ദേഷ്യവും സഹിക്കാണ്ടായി. താൻ രക്ഷിച്ചത് ഒരു കൊലപാതകിയായ രാക്ഷസിയെയാണ്. ആ പ്രദേശത്ത്, അതായത് യോങ്സുക്ക് ജീവിച്ചിരുന്ന 99-ൽ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടായതെന്ന് അവൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. അവിടെ ഒരു പ്ലാന്റിൽ ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. അന്നത്തെ ദിവസം 5 മണിക്ക്. സുയോൺ യോങ്സുക്കിനോട് പറയുന്നു ഒരു ജങ്ക് കളക്ടർ നീ കൊല്ലാൻ ഉപയോഗിച്ച കത്തി അയാളുടെ ട്രാഷിൽ നിന്ന് കണ്ടെടുക്കും. അതിൽ നിന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടാകും. പോലീസ് ഇത് ഉപയോഗിച്ചാണ് നിന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കത്തിയുള്ള സ്ഥലവും യോങ്സുക്കിന് പറഞ്ഞു കൊടുക്കുന്നു. 5 മണിക്കാണ് ആ ജങ്ക് കളക്ടർ അവിടെ വരിക. സുയോണിന്റെ ലക്ഷ്യം 5 മണിക്കുണ്ടാവുന്ന ആ പൊട്ടിത്തെറിയിൽ യോൺസുക്കിനെ പെടുത്തി അവളെ കൊല്ലുക എന്നതാണ്. യോൺസുക്ക് 4:45 തന്നെ അവിടെ എത്തി ജങ്ക് കളക്ടർ വരുന്നതും കാത്തിരിക്കുകയാണ്. ആ സമയം പുറത്തൊരു ശബ്ദം കേട്ട് അത് നോക്കാൻ അവൾ പുറത്തേക്ക് പോകുന്നു. 5 മണിയായപ്പോൾ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അവിടെ പൊട്ടിത്തെറിക്കുന്നു. പക്ഷേ പൊട്ടിത്തെറിയുടെ സമയത്ത് പുറത്തായിരുന്നത് കൊണ്ട് യോങ്സുക്ക് ആ എക്സ്പ്ലോഷനിൽ നിന്നും രക്ഷപ്പെട്ടു. ഇവിടെ സുയോൺ തന്റെ ഫോണിലെ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊട്ടിത്തെറിയിൽ യോങ്സുക്ക് മരിച്ചോ എന്നറിയാൻ. പെട്ടെന്ന് ആ കോർലെസ് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പുറത്ത് കുട്ടിയായ സുയോന്റെ ശബ്ദം കേൾക്കാം. എന്റെ അച്ഛനെ ഇവർ കൊന്നു, എന്നെ രക്ഷിക്കണേ എന്ന് അവൾ കരയുന്നുണ്ട്. യോൺസുക്ക് ആ ഫോൺ വാങ്ങിയിട്ട് പറയുന്നു ഇവിടെ ഞാൻ എന്ത് ചെയ്താലും നിനക്ക് അവിടെ അത് ഫീൽ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് തിളപ്പിച്ചു വെച്ച പീച്ച് വുഡ് കുട്ടിയായ സിയോന്റെ കാലിൽ ഒഴിക്കുന്നു. ഇത് പ്രസന്റിലുള്ള സുയോന്റെ കാലും പൊള്ളിക്കുന്നു. പിന്നെ യോങ്സുക്ക് പറയുന്നു നിന്റെ അമ്മ അച്ഛനെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പേജറിൽ വന്ന അമ്മയുടെ സൗണ്ട് കേൾപ്പിച്ചു കൊടുത്തു. പിന്നെ യോങ്സുക്ക് പറഞ്ഞു നിന്നോട് പറയണ്ട എന്ന് കരുതിയതാണ്, പക്ഷേ ഇപ്പോ നീ അത് അറിയണം. നിന്റെ അമ്മയല്ല നിന്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാവാൻ കാരണം, അത് നീയായിരുന്നു. അന്നത്തെ ദിവസം നിന്റെ അമ്മ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയതായിരുന്നു, പക്ഷെ നീയാണ് അത് ഓൺ ആക്കിയതും അങ്ങനെ അച്ഛൻ മരിച്ചതും. സുയോൺ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നു. പക്ഷേ സ്റ്റേഷൻ ലോക്കാണ്. അവൾ ജനൽ തറത്ത് അകത്ത് കയറി. നേരത്തെ നമ്മൾ കണ്ട പോലീസുകാരൻ എവിഡൻസ് എല്ലാം എഴുതി വെച്ചിരുന്ന ആ ഡയറി അവൾ അവിടുന്ന് എടുത്തു. ആ സമയം യോങ്സുക്ക് പോലീസുകാർ തന്നെ കണ്ടുപിടിക്കാൻ കാരണമായ എവിഡൻസ് ആയ കത്തി ജങ്ക് കളക്ടറുടെ അടുത്ത് നിന്ന് കണ്ടെടുത്തു. അത് കത്തിച്ചു കളയുന്നു. അങ്ങനെ 99-ൽ യോങ്സുക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതോടെ യോങ്സുക്കിനെ മർഡർ കേസിന് പിടിച്ച കാര്യം ഡയറിയിൽ ഉണ്ടായിരുന്നത് മാഞ്ഞു പോകുന്നു. ഇതോടെ ടൈം ലൈൻ ചേഞ്ച് ആവുകയാണ്. അവസ്ഥ മാറി. യോങ്സുക്ക് പണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതെ ഇന്നും ആ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നോ ആ രീതിയിലേക്ക് ആ വീടിന്റെ അവസ്ഥ മാറുകയാണ്. സുയോന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ ഭർത്താവിനെയും മകളെയും കാണാനില്ലെന്ന കാര്യം പറയുന്നു. വീടിന് പുറത്തിറങ്ങിയ സുയോഗിന്റെ കയ്യിൽ നിന്ന് ആ ഡയറി താഴെ വീണു. ആ സമയം പ്രസന്റിൽ ആ വീട്ടിലുള്ള ഒരു സ്ത്രീ, അത് യോങ്സുക്കാണ്. അവര് ഫോണിൽ ആരോടോ ഒരു മെസ്സേജ് പറയുന്നു നീ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയം 99-ലെ യോൺസുക്കിന്റെ വീട്ടിൽ പോലീസുകാരനും സുയോന്റെ അമ്മയും അവരുടെ കുട്ടിയും ഭർത്താവിനെയും അന്വേഷിച്ചെത്തുന്നു. ഇക്കാര്യവും പിന്നെ അവർ കോർഡ്ലെസ് ഫോൺ ഉപയോഗിച്ച കാര്യവും സുയോൺ ആ ഡയറിയിൽ കണ്ടു. സുയോൺ ആ വീട്ടിൽ കോർഡ്ലെസ് ഫോൺ തപ്പി നടക്കുകയാണ്. അവസാനം ഒരു മുറിയിൽ നിന്ന് അവൾ ആ ഫോൺ കണ്ടെടുത്തു. ഏതു നിമിഷവും അമ്മ അതിൽ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവൾ വെയിറ്റ് ചെയ്തിരുന്നു. വീട്ടിൽ ആരുമില്ലെന്ന് യോങ്സുക്ക് പറഞ്ഞെങ്കിലും സുയോന്റെ അമ്മയ്ക്ക് കുട്ടിയുടെ റിബൺ താഴെ കിടന്ന് കിട്ടുന്നു. ഞാൻ മുകളിലത്തെ നിലയിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് നീങ്ങി. പക്ഷെ അവിടെയെങ്ങും ആരുമില്ലെന്ന് പറഞ്ഞ് പോലീസുകാരൻ പോകാനിറങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഭർത്താവിനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ. അവർ അടുത്ത് കണ്ട കോർഡ്ലെസ് ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഇവിടെ പ്രസന്റിലെ സുയോൺ ഫോൺ എടുത്തു. അമ്മ വേഗം അവിടുന്ന് പൊയ്ക്കോ,
യോങ്സുക്ക് നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും യോങ്സുക്ക് അവിടെ എത്തി ആ പോലീസുകാരനെ കൊന്നു. ഇതേ സമയം പ്രസന്റിലെ സുയോനെ യോങ്സുക്ക് തലക്കടിച്ചു വീഴ്ത്തി. വീണ്ടും ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ അത് എടുക്കാൻ വേണ്ടി രണ്ടുപേരും കുറെ തല്ലുകൂടി. അവസാനം ഫോണും എടുത്തുകൊണ്ട് സുയോൺ ഓടി ഒരു മുറിയിൽ കയറി. ഈ സെയിം കാര്യം പാസ്റ്റിൽ നടക്കുന്നുണ്ട്. അവളുടെ അമ്മ ഫോണും എടുത്തുകൊണ്ട് ഓടി ഒരു മുറിയിൽ കയറി. സുയോൺ ഫോണിലൂടെ അമ്മയോട് പറഞ്ഞു മുറിയിൽ ആയുധമായി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ. അവർ ആ മുറിയിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇരിക്കുന്നത് കണ്ടു. അവരതെടുത്തിട്ട് അതിന്റെ സേഫ്റ്റി പിൻ ഊരി. യോങ്സുക്ക് അകത്ത് കയറിയാൽ ആ നിമിഷം അവരുടെ മുഖത്തടിക്കാൻ വേണ്ടി റെഡിയായി നിന്നു. ഈ സമയം പുറത്ത് മോളുടെ കരച്ചിൽ കേൾക്കാം. അവർ മുറി തുറന്ന് പുറത്തിറങ്ങി സുയോണിന്റെ അടുത്തെത്തി. അപ്പോൾ യോങ്സുക്ക് പുറകിൽ നിന്ന് വന്ന് അവരെ ആഞ്ഞു വെട്ടി. പക്ഷെ യോങ്സുക്കിനെ പിടിച്ചുകൊണ്ട് അവർ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. ഈ സമയം പ്രസന്റിൽ യോങ്സുക്ക് മുറി തുറന്ന് അകത്ത് കയറി സുയോണിനെ കൊല്ലാൻ കത്തി വീശി. പക്ഷേ പാസ്റ്റിൽ യോങ്സുക്ക് മരിച്ചതിനാൽ ടൈം ലൈൻ ചേഞ്ച് ആയി. ആ വീട് വർഷങ്ങളായി ആരും താമസിക്കാത്തതുപോലെയായി. അവൾ ഫോണിൽ അമ്മയെ വിളിച്ചു നോക്കിയെങ്കിലും അപ്പുറത്ത് നിന്ന് മറുപടിയൊന്നുമില്ല. അവൾ അവിടെ നിന്നും ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി. പക്ഷെ അമ്മ കിടന്ന മുറിയിൽ വേറെ ആരോ ആണ്. പിന്നെ അവിടുന്ന് സെമിത്തേരിയിലേക്ക്. അവിടെ ഒരു കല്ലറ കണ്ട് അവൾ കരയാൻ തുടങ്ങി. ആ സമയം പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു. സുയോൺ, നീ എന്താ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത? അത് അവളുടെ അമ്മയായിരുന്നു. അച്ഛന്റെ കല്ലറയ്ക്ക് മുമ്പിലാണ് അവൾ നിന്നിരുന്നത്. പിന്നെ അവൾ അമ്മയോടൊപ്പം അവിടെ നിന്നും ഇറങ്ങി. ഈ സിനിമ ഇവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിനൊരു ആഫ്റ്റർ ക്രെഡിറ്റ് സീൻ കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഫോൺ വിളിച്ച സ്ത്രീ അത് പ്രസന്റിലെ യോങ്സുക്ക് ആയിരുന്നു. അവർ പാസ്റ്റിലെ യോങ്സുക്കിന് ഫോൺ ചെയ്ത് പറയുന്നു നീ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു പോലീസുകാരനും സുയോണിന്റെ അമ്മയും അവിടെ എത്തും. ഒരിക്കലും ഫോൺ കയ്യിൽ നിന്ന് മാറ്റരുത്. ആ ഫോൺ വെച്ച് നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റൂ. അന്ന് നിലത്ത് വീണ യോങ്സുക്ക് മരിക്കുന്നില്ല. സെമിത്തേരിയിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ സുയോന്റെ അമ്മയും അപ്രത്യക്ഷമാവുന്നു. യോങ്സുക്കിന്റെ വീട്ടിൽ ഒരു കസേരയിൽ തുണി കൊണ്ട് മൂടിയിട്ട നിലയിൽ സുയോൺ ഉണ്ട്. അവളുടെ പേടിച്ചേരേണ്ട മുഖം കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്.